11th സ്റ്റാൻഡേർഡിലെ 3rd യൂണിറ്റായ അൺചേഞ്ചിങ് റിലേഷൻസിൻ്റെ പാർട്ട് 1 വീഡിയോ. മെഷേഴ്സ് ആൻഡ് നമ്പേഴ്സ്. സ്ക്വയറിൻ്റെ പിക്ചർ നോക്കൂ. സൈഡ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ തന്നിരിക്കുന്നു. ദെൻ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഈസ് 3 + 3 + 3 + 3 = 12 സെൻറ്റിമീറ്റർ. 4 times 3 ആഡ് ചെയ്യുന്നതിന് പകരം 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് സ്ക്വയർ നോക്കൂ. സൈഡ് ലെങ്ത് = 5 സെൻറ്റിമീറ്റർ. ദെൻ പെരിമീറ്റർ = 4 times 5. 4 × 5 = 20 സെൻറ്റിമീറ്റർ. 2 കേസസിലും പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 4 times the length of a side. നെക്സ്റ്റ് സൈഡ് ലെങ്ത് S സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 times S ആയിരിക്കും. പെരിമീറ്ററിനെ P എന്ന ലെറ്റർ കൊണ്ടും സൈഡ് ലെങ്ത്തിനെ S എന്ന ലെറ്റർ കൊണ്ടും ഡിനോട്ട് ചെയ്താൽ P = 4 × S എന്ന് എഴുതാം. ഇതുപോലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്പേഴ്സിൻ്റെ റിലേഷൻ എഴുതുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ നാം യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് ഈ റിലേഷനെ P = 4S എന്ന് എഴുതാം. ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററും സൈഡ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നാം ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു റെക്റ്റാങ്കിളിലേക്ക് വരാം. ലെങ്ത് = 3, ബ്രെഡ്ത്ത് = 2. ദെൻ പെരിമീറ്റർ ഈസ് 2 + 3 + 2 + 3. 2 times length 2 × 3, 2 times breadth 2 × 2, that is 6 + 4 = 10. 2 times ലെങ്ത്തും 2 times breadthും കണ്ട് ആഡ് ചെയ്യുന്നതിന് പകരം ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത ശേഷം 2 times കണ്ടു നോക്കൂ. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് = 5. അതിൻ്റെ 2 times എന്ന് പറയുന്നത് 2 × 5 = 10. രണ്ടും സെയിം ആൻസർ അല്ലേ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിനെ L കൊണ്ടും ബ്രെഡ്ത്തിനെ B കൊണ്ടും പെരിമീറ്ററിനെ P കൊണ്ടും ഡിനോട്ട് ചെയ്യാം. ദെൻ റിലേഷൻ എങ്ങനെ എഴുതാം? P = L + B + L + B. 2 times L 2 times B, 2L + 2B. 2 times ലെങ്ത്തും 2 times ബ്രെഡ്ത്തും കണ്ട് ആഡ് ചെയ്യുന്നതിന് പകരം ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് 2 times കണ്ടാലും മതി. സോ P = 2 × L + B. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ദ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്നത് ഷോർട്ടായിട്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? P = 2 × L + B. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെന്ന് നമുക്കറിയാം. ദെൻ ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ. ഏരിയ = 4 × 3 = 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമുക്ക് ഇവയെയും ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഏരിയയെ A എന്ന ലെറ്റർ കൊണ്ടും ലെങ്ത്തിനെ L എന്ന ലെറ്റർ കൊണ്ടും ബ്രെഡ്ത്ത് B എന്ന ലെറ്റർ കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. A = L × B. A = LB എന്ന് നമുക്ക് പറയാം. നമ്പർ റിലേഷൻസ്. ലുക്ക് അറ്റ് ദീസ് സംസ്. 1 + 2 = 3, 2 + 3 = 5, 3 + 4 = 7. ഇവിടെയെല്ലാം 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് നാം കാണുന്നത്, അതായത് അടുത്തടുത്ത കൗണ്ടിങ് നമ്പേഴ്സ്. നെക്സ്റ്റ് നാം നാച്ചുറൽ നമ്പേഴ്സിനെ ഡബിൾ ചെയ്ത ശേഷം 1 ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1. 2 × 1 + 1 = 3. സെക്കൻഡ് നാച്ചുറൽ നമ്പർ 2. 2 × 2 + 1 5. തേർഡ് 2 × 3 + 1 7. നോക്കൂ, ഫസ്റ്റ് കേസ് ചെയ്തപ്പോഴും സെക്കൻഡ് കേസ് ചെയ്ത സമയത്തും നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ സെയിം അല്ലേ? ഒരു 2 ഡിജിറ്റ് നമ്പർ വെച്ച് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 17, 18. ഇവ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അടുത്തടുത്ത എണ്ണൽ സംഖ്യകളല്ലേ? 17 + 18 = 35. നെക്സ്റ്റ് നാം ഫസ്റ്റ് നമ്പറിനെ ഡബിൾ ആക്കിയ ശേഷം 1 ആഡ് ചെയ്യുന്നു. 17 × 2 + 1, 34 + 1 = 35. സെയിം അല്ലേ?
ഇവയെ നമുക്കൊരു റിലേഷനായിട്ട് പറയാം. If we take any natural number and add the next natural number, or if we double the first number and add 1, we get the same number as the result. ഏതെങ്കിലും എണ്ണൽ സംഖ്യ എടുത്ത് അതിനടുത്ത എണ്ണൽ സംഖ്യ കൂട്ടിയാലും ആദ്യത്തെ സംഖ്യയുടെ 2 മടങ്ങിനോട് 1 കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. ഇവിടെ കൗണ്ടിങ് നമ്പർ തന്നെ വേണോ? നമുക്കൊരു ഫ്രാക്ഷൻ എടുത്ത് നോക്കാം. ഒരു ഫ്രാക്ഷൻ എടുത്താൽ അതിൻ്റെ നെക്സ്റ്റ് ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൗണ്ടിങ് നമ്പർ കിട്ടാൻ നാം 1 ആഡ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അതുപോലെ ഫ്രാക്ഷനോട് 1 ആഡ് ചെയ്ത നമ്പർ എടുക്കുന്നു. എക്സാമ്പിളായി നാം എടുത്തിരിക്കുന്ന ഫ്രാക്ഷൻ ഹാഫ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പറായിട്ട് നമ്മൾ എടുക്കുന്നത് ഹാഫ് പ്ലസ് 1 ആണ്. ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1.5. നമുക്ക് ഫസ്റ്റ് മെത്തേഡിലൊന്ന് തുടങ്ങാം. ഹാഫ് പ്ലസ് 1.5. 1.5നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഹാഫ് പ്ലസ് 1 അല്ലേ 1.5. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഹാഫ് പ്ലസ് 1. 2 ടൈംസ് ഹാഫ് ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് എടുത്തിരിക്കുന്ന നമ്പറിൻ്റെ ഡബിൾ കണ്ട ശേഷം 1 ആഡ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് മെത്തേഡാണ്. സോ നമുക്ക് നേരത്തെ എഴുതിയതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. ഇഫ് വി ആഡ് ടു എനി നമ്പർ 1 മോർ ദാൻ ഇറ്റ്സെൽഫ്, ഓർ ഇഫ് വി ഡബിൾ ദ നമ്പർ ആൻഡ് ആഡ് 1 ടു ഇറ്റ്, വി ഗെറ്റ് ദ സെയിം നമ്പർ ആസ് ദ റിസൾട്ട്. ഏതെങ്കിലും ഒരു സംഖ്യ എടുത്ത് 1 കൂട്ടിയത് കൂട്ടിയാലും 2 മടങ്ങിനോട് 1 കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. നമ്പേഴ്സിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്കെങ്ങനെ ഷോർട്ടായിട്ട് എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്പറിനെ നാം എക്സ് എന്നെടുക്കുന്നു. എക്സിനോട് 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1. അവയുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് 1. 2 ടൈംസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x അല്ലേ? അതിനോട് 1 ആഡ് ചെയ്തത് എന്ന് പറയുമ്പം 2x പ്ലസ് 1. റിലേഷൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 2x പ്ലസ് 1 ഫോർ എവരി നമ്പർ x. This mathematical shorthand of writing number related facts using letters is called algebra. നമ്പേഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഷോർട്ടായിട്ട് എഴുതുന്ന രീതിയെ നമുക്ക് ഓൾജിബ്ര എന്ന് പറയാം. മലയാളത്തിൽ ബീജഗണിതം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. സപ്പോസ് ടു വൺ നമ്പർ വി ആഡ് അനദർ ആൻഡ് ദെൻ സബ്ട്രാക്ട് ദ ആഡഡ് നമ്പർ. വാട്ട് ഡു വി ഹാവ് നൗ? ഒരു സംഖ്യയോട് മറ്റൊരു നമ്പർ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ഫസ്റ്റ് നമുക്കൊരു നമ്പർ വെച്ച് ചെയ്ത് നോക്കാം. 5 എടുക്കുന്നു. 5നോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ആഡ് ചെയ്യുന്നു. 7 ആഡ് ചെയ്യുന്നു. ദെൻ ആ ആഡ് ചെയ്ത നമ്പർ വീണ്ടും മൈനസ് ചെയ്യുന്നു. 7 തന്നെ മൈനസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 5 പ്ലസ് 7 മൈനസ് 7. ആൻസർ 5 തന്നെയല്ലേ? ഫസ്റ്റ് നമ്പർ തന്നെയല്ലേ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്? ഇവിടെ നാം അത് ഒരു ലെറ്റേഴ്സ് യൂസ് ചെയ്ത് എഴുതുന്നു. ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്നെടുക്കുന്നു. പ്ലസ് ചെയ്യുന്ന നമ്പറിനെ വൈ എന്നെടുക്കുന്നു. സെയിം നമ്പർ തന്നെയല്ലേ മൈനസ് ചെയ്യേണ്ടത്? ആ വൈ തന്നെ മൈനസ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ മൈനസ് വൈ ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ തന്നെ. ഫസ്റ്റ് നമ്പറായിട്ട് നാം എടുത്തിരിക്കുന്നത് എക്സ് തന്നെ. സോ എക്സ് പ്ലസ് വൈ മൈനസ് വൈ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. എല്ലാ നമ്പേഴ്സിലും ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നാം ഇതിനെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുള്ളൂ. നാം ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഒരു ജനറൽ പ്രിൻസിപ്പിളാണ്. ജനറൽ പ്രിൻസിപ്പിൾ അല്ലാത്ത ഒരു എക്സാമ്പിൾ പറയാം. 2 പ്ലസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു 2. 2 പ്ലസ് 2 4 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. ഇവിടെ 2ന് പകരം നാം എക്സ് എന്നെടുത്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് എക്സും ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. പക്ഷേ എക്സിന് നിങ്ങൾ 3 എന്ന വാല്യൂ കൊടുക്കുന്ന സമയത്ത് അതിന് റിസൾട്ട് എങ്ങനെയാണ് വരിക? 3 പ്ലസ് 3 ഈക്വൽ ടു 3 ഇൻറ്റു 3. 3 പ്ലസ് 3 ഈക്വൽ ടു 6.
3 × 3 6 ആണോ? നോ, 9 ആണ്. അപ്പോൾ അതൊരു ജനറൽ പ്രിൻസിപ്പിൾ അല്ല. നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 39 ആക്ടിവിറ്റിയിലേക്ക് വരാം. Now do each of the following operations on several numbers and describe the result in different form. Write each such relation in ordinary language, then write it as an algebraic expression using letter. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കുറേ ഓപ്പറേഷൻസ് തന്നിട്ടുണ്ട്. അതിന് ഡിഫറെൻറ്റ് നമ്പേഴ്സ് എടുത്തിട്ടൊന്ന് ചെയ്തു നോക്കുക. ആൻസറായി വരുന്ന നമ്പറിൻ്റെ ഡിഫറെൻറ്റ് ഫോമിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ആ കിട്ടുന്ന റിലേഷനെ നിങ്ങളുടെ ഓർഡിനറി ലാംഗ്വേജിൽ ഒന്ന് എഴുതുക. എഴുതിയ ശേഷം അതിനെ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് ആൾജിബ്രായിക് എക്സ്പ്രഷനായി മാറ്റി എഴുതണമെന്നാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി, ആഡ് ടു എ നമ്പർ 2 more than the number. ഒരു നമ്പറും ആ നമ്പറിനോട് 2 ആഡ് ചെയ്തതും തമ്മിൽ ആഡ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് 3 എന്ന നമ്പർ എടുക്കാം. 2 more than 3 എന്ന് പറയുന്നത് 3 + 2 അല്ലേ? ആ 2 നമ്പേഴ്സും ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ 3 + 3 + 2 = 8. ആൻസറിനെ മറ്റൊരു വേല ഡിസ്ക്രൈബ് ചെയ്യാം. 3 + 3 + 2. ഇവിടെ 3 നമ്മൾ 2 ടൈംസ് ആഡ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് 2 × 3 + 2 = 8. ബോത്ത് കേസസിലും സെയിം ആൻസർ കിട്ടിയിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് 4 എന്ന നമ്പർ വെച്ച് ചെയ്തു നോക്കാം. 2 more than 4 is 4 + 2. Adding them 4 + 4 + 2 = 10. 4 + 4നെ നാം 2 × 4 എന്ന് എഴുതുന്നു. സോ ഇറ്റ് ഈസ് 2 × 4 + 2 = 10. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒരു നമ്പറും ആ നമ്പറിനോട് 2 ആഡ് ചെയ്തതും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ഫസ്റ്റ് നമ്പറിനെ 2 ടൈംസ് ചെയ്ത ശേഷം 2 ആഡ് ചെയ്യുന്നതും സെയിം ആയിരിക്കുമെന്നാണ്. ദെൻ നമുക്കതിനൊരു പ്രിൻസിപ്പിളായിട്ട് പറയാം. എ നമ്പർ ആഡഡ് ടു 2 more than the number is the same as 2 added to twice the first number. നമ്പറിനെ നാം എക്സ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്ത് എഴുതാം. ഫസ്റ്റ് നമ്പർ എക്സ്. 2 more than the number is x + 2. ആഡ് ചെയ്യുമ്പോൾ x + x + 2 = 2 ടൈംസ് x + 2. ദാറ്റ് ഈസ് 2x + 2. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രായിക് എക്സ്പ്രഷൻ x + x + 2 = 2x + 2. ഇതുപോലെ ബാക്കി വരുന്ന ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.